എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായതോടെ കരുതലോടെയായിരിക്കും ഇനിയുള്ള UDF ക്യാമ്പിന്റെ നീക്കം. PV അൻവറിനെ പരമാവധി സഹകരിപ്പിക്കാനായിരിക്കും ഇനിയുള്ള UDF ശ്രമം. ഇന്ന് ചേരുന്ന UDF യോഗം നിർണായകമാണ്. അൻവറിന്റെ കാര്യത്തിൽ ചർച്ചകൾ തുടരുമെന്നും PV അൻവർ തിരുത്തണമെന്ന് പറയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ. ഇന്ന് രാവിലെ 11 മണി വരെ ഏതെങ്കിലും UDFകാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണെങ്കിലും അവരൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ആ വിചാരണ, രാഷ്ട്രീയമായ വിചാരണ, ഈ 9 കൊല്ലക്കാലമായി നടക്കുന്ന ദുർഭരണത്തിൻ്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന വിചാരണ, ആ രാഷ്ട്രീയ വിചാരണ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം ഇത് 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഇലക്ഷനാണ്. UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, പ്രഖ്യാപിക്കട്ടെ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം. ഇതൊരു അവസരമാണ്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടുകൂടി ഒരിക്കൽ കൂടി ഇത് പറയാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ്. എന്തായാലും തൃക്കാക്കരയിലും പാലക്കാടും ചെയ്ത് പരീക്ഷണം വഴിയിൽ ഉപേക്ഷിച്ച് മത്സരിക്കാൻ തയ്യാറായതിൽ ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കും. ഞങ്ങൾ സജ്ജരാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, 10,000 വോട്ടാണ് അവിടെ ആകെ ചേർത്തിരിക്കുന്നത്. അതിൽ 8,000-ത്തിലധികം വോട്ട് ചേർത്തേക്കണം ഞങ്ങളാണ്. ഞങ്ങളുടെ 263 ബൂത്ത് കമ്മിറ്റികൾ സുസജ്ജമാണ്. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് അവിടെ മത്സരിപ്പിക്കാതിരുന്നത്? സിമ്പിളാണ് ചോദ്യം, ലളിതമാണ് എൻ്റെ ചോദ്യം. അവർ പാർട്ടി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നാൽ ഞങ്ങൾ പേടിക്കണം എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ പേടിക്കണമെങ്കിൽ ഇതുവരെ അവരങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കാറില്ലല്ലോ. ഇത് നിവർത്തികേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ്. നിവർത്തികേട് ആരെ കിട്ടാൻ ഇപ്പോഴും പാലക്കാട് പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ 11 മണിയെന്ന് ഞാൻ പറഞ്ഞതിലൊരു അർത്ഥമുണ്ട്. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് സെയ്ഫ് സൈനുദ്ദീൻ, മുഹമ്മദ് അസ്ലം, ഷബീർ ഉമർ എന്നിവർ ചേരുകയാണ്. സെയ്ഫിലേക്ക്. സെയ്ഫ, നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ എങ്ങനെയാണ് എം സ്വരാജിലേക്ക് എത്തിയത്? അതിൽ മുഖ്യമന്ത്രിയുടെ പങ്കും എത്രത്തോളമുണ്ട്? മുഖ്യമന്ത്രിയുടെ പങ്കാണ് ദിവ്യ അതിൽ ഏറ്റവും നിർണായകമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2-3 ദിവസങ്ങൾ കഴിയുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു പാർട്ടി നേതൃതലത്തിൽ. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ പൊതു സ്വതന്ത്രരെ ഇറക്കിക്കൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങാം എന്നുള്ള ആലോചന പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലും മലപ്പുറം ജില്ലാ നേതൃതലത്തിലുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന നേതൃത്വം അവിടെ ആ നിലപാടല്ല എടുത്തത്. കാലങ്ങളായിട്ട് പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ മത്സരിച്ചിട്ടില്ല, നിലമ്പൂരിൽ CPM മത്സരിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ പോരാട്ടം അത് രാഷ്ട്രീയ പോരാട്ടമാണ്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട. കാരണം അത് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയാൻ കാരണം PV അൻവർ 9 വർഷമായി ഇടതുമുന്നണിയുടെ MLA ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വഴക്കിട്ട് LDF വിട്ട് പുറത്തേക്ക് വന്ന് UDF-ന് പിന്തുണ നൽകി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പിണറായിസം ഇല്ലാതാക്കുകയാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. നിലമ്പൂരിലെ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടമായി കണ്ടു കഴിഞ്ഞാൽ അത് അണികൾക്ക് ഇടയിൽ വലിയ ആവേശമുണ്ടാക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞാൽ 3ാം തുടർഭരണത്തിന് വേണ്ടിയുള്ള ആദ്യ കാഹളം നിലമ്പൂരിൽ നിന്ന് മുഴക്കാം എന്ന് CPM നേതൃത്വം കരുതുന്നു. അതിനൊപ്പം തന്നെ PV അൻവറിന് തക്കതായ മറുപടി ഇവിടെ നിന്ന് നൽകാൻ കഴിയും എന്നുകൂടി മുഖ്യമന്ത്രി കണക്കാക്കി. അങ്ങനെയാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാമെന്ന ആലോചന വന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോഴും ആരെ മത്സരിപ്പിക്കുമെന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നു. ഷറോണ റോയുടെ പേര് ഉയർന്നു വന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ അവരെ മത്സരിപ്പിക്കാം എന്നുള്ള ആലോചന നടന്നു. അതുപോലെ തന്നെ
ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ പേര് ഉയർന്നു വന്നു. പിന്നീട് എം സ്വരാജിന്റെ പേരാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. എം സ്വരാജ് തന്നെ നിലമ്പൂരിൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിച്ചേർന്നിട്ട് ഇന്നല്ല, അത് 3 ദിവസം കഴിയുന്നു എന്നാണ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചില നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്വരാജ് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു. CPM അവിടെ നൽകുന്ന സന്ദേശം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഇലക്ഷൻ പൊളിറ്റിക്സ് മാത്രമായിട്ടല്ല കാണുന്നത്. ഇത് രാഷ്ട്രീയം പറയേണ്ട സമയമാണ്. ആ രാഷ്ട്രീയം നിലമ്പൂരിലാണ് ഏറ്റവും നന്നായി പറയാൻ കഴിയുക. കാരണം PV അൻവറിന് മുന്നിലേക്കും UDFന് മുന്നിലേക്കും സ്വരാജിനെ വെച്ചുകൊണ്ട് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയം പറയാം, ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷം നടത്തിയ രാഷ്ട്രീയം പറയാം, വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാം, പോരായ്മകളുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. അങ്ങനെ അടുത്ത 20 ദിവസത്തേക്ക് അടിമുടി രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് എം സ്വരാജിനെ CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ പോരാട്ടം നിലമ്പൂരിൽ ഉണ്ടാകും. നമ്മൾ വിചാരിച്ച പോലുള്ളൊരു പോരാട്ടമായിരിക്കില്ല. പൊടി പാറും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നിലമ്പൂരിലെ 20 ദിവസം, അടുത്ത 20 ദിവസം പൊടി പാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ദിവ്യ, സൈഫ്, ഇവിടെ യാതൊരു തരത്തിലുള്ള മത സാമുദായിക സമവാക്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് എം സ്വരാജിനെ നിലമ്പൂരിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത് LDF എന്നതാണ്. അപ്പോൾ സ്വരാജിലൂടെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് CPM മുന്നിൽ കാണുന്നത്? ജയം എന്നതിനപ്പുറം മറ്റൊന്നില്ല എന്ന തരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ അത് വ്യക്തമാണ്. അല്ലെങ്കിൽ അങ്ങനെ തികഞ്ഞ രാഷ്ട്രീയം, അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയം പറയണമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സാധാരണ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ, ഇപ്പോൾ പി ഷബീർ, അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്, ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാക്കായിരുന്നു. ഷെറോണ റോയി ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിന്റെ ഒരു കുത്തക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പിടിച്ചെടുത്ത ആളാണ് ഷെറോണ റോയി. ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരുന്നതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ. വേണമെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കായിരുന്നു. അത് രണ്ടും പോരാ CPMന്. CPM അവിടെ കുറച്ചുകൂടി കടുത്ത കൃത്യതയുള്ള രാഷ്ട്രീയം പറയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എം സ്വരാജിനെ മറ്റെല്ലാ പരിഗണനകളിലും മാറ്റിവെച്ചുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. സാധാരണഗതിയിൽ ദിവ്യ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത്. അത് ഏത് നിയമസഭാ മണ്ഡലത്തിലായാലും പലതരത്തിലുള്ള സമവാക്യങ്ങൾ നോക്കാറുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ ഒരു ചരിത്രമെടുത്താൽ കഴിഞ്ഞ കുറെ കാലമായി CPM ഇടതുമുന്നണി ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള സമവാക്യങ്ങൾ. 2011 തെരഞ്ഞെടുപ്പിൽ ഒരു റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പൽ തോമസ് ജോർജ് അദ്ദേഹത്തിനെയാണ് സ്ഥാനാർത്ഥി ആക്കുന്നത്. അതിനുശേഷം അൻവർ ഏറനാട് മണ്ഡലത്തിൽ 2011 3-ാം സ്ഥാനത്തേക്ക് വരുന്നു. LDF 4-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അവിടെ പിണറായി വിജയൻ പിക്ക് ചെയ്ത ആളാണ് PV അൻവർ. അങ്ങനെ പിക്ക് ചെയ്ത് നിലമ്പൂരിൽ കൊണ്ടിറക്കി അവിടെ 11,000-ൽ പരം വോട്ടിന് ആര്യാടൻ ഷൗക്കത്തിനെ തോപ്പിക്കുന്നു. പിന്നീട് 2,700 വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോപ്പിക്കുന്നു. CPMന് വേണമെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ മലയോര മേഖലയാണ്, ക്രൈസ്തവ മേഖലയുണ്ട്, പലതരത്തിലുള്ള സമവാക്യങ്ങൾ വേണമെങ്കിൽ നോക്കാമായിരുന്നു. അതൊന്നും വേണ്ട, രാഷ്ട്രീയം മാത്രം പറയുക ഈ തെരഞ്ഞെടുപ്പിൽ എന്ന CPMന്റെ രാഷ്ട്രീയ തീരുമാനം, ഇച്ഛാശക്തിയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. CPM അതിനകത്ത് ലക്ഷ്യം വെക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. CPMന്റെ കേഡർ വോട്ട്, മുറിവേറ്റ അണികളുണ്ട്. ഇവിടെ അൻവറിനാൽ മുറിവേറ്റ അണികളുണ്ട്. അവർ കയ്യിലെ വെള്ളയിലാണ് അൻവറിനെ കൊണ്ടു നടന്നത്. പക്ഷേ പിന്നീട് പിണറായിക്കെതിരെ തിരിഞ്ഞതോടുകൂടി അണികൾക്ക് പൂർണ്ണമായിട്ടും അൻവറിനെ വിട്ട് പോകേണ്ടി വന്നു. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് പിണറായി വിജയനെ പറയുന്ന, അങ്ങനെ പരസ്യമായി വിമർശിക്കുന്ന ഒരാളെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അൻവറിന്റെ കൈയിന്റെ വെള്ളയിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ടു നടന്ന അൻവർ ഒരു സുപ്രഭാതത്തിൽ അവരെ അനാഥരാക്കി ഇറങ്ങിപ്പോയി എന്നൊരു തോന്നൽ പാർട്ടിയുടെ അണികൾക്കുണ്ടാകാം. അവിടെയാണ് പാർട്ടിയുടെ ഒരു ഒത്തൊരുമ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുതരം എണ്ണയിട്ട യന്ത്രം പോലെ എന്നൊക്കെ നമ്മളെല്ലാം സാധാരണ ഒരു ക്ലീശേ വാചകം പോലെ പറയല്ല. അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ CPMന്റെ സംഘടനാ സംവിധാനം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഒരുമയുള്ള പ്രവർത്തനം അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പാർട്ടിയുടെ വോട്ട്, സ്വരാജ് കൃത്യതയുള്ള രാഷ്ട്രീയം പറയുന്ന ആളാണ്. അത് ഏത് വിഷയത്തിലാണ്, ഇപ്പോൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൃത്യതയുള്ള രാഷ്ട്രീയം. യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇതൊക്കെ ജനങ്ങളെ, ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഇതൊക്കെ പരിഗണിച്ചായിരിക്കാം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായാലും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വെറുമൊരു സ്ഥാനാർത്ഥിത്വമല്ല, ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം. കഴിഞ്ഞ 4 വർഷം നടന്ന തെരഞ്ഞെടുപ്പ് പോലെയല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു രാഷ്ട്രീയ പോരാട്ടം നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയും.